ഇയാൾക്കിങ്ങനെ കുറച്ച് കാലം ജയിലിൽ കിടക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 14 ദിനരാത്രങ്ങൾ രാഹുൽ ഈശ്വറിനെ പുറംലോകം കാണില്ല. 14 ദിനരാത്രങ്ങൾ ഇയാളുടെ ഇമാതിരിയുള്ള വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരില്ല. വളരെ വളരെ സന്തോഷം തോന്നുന്നു രാഹുൽ ഈശ്വറെ ജയിലിലിട്ടപ്പോൾ എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. അതായത് ഒന്ന്, ഈ സന്ദീപ് വാര്യർ, ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സന്ദീപ് വാര്യരൊക്കെ വളരെ മനഃപൂർവ്വമാണ് ഇക്കാര്യം ചെയ്തതെന്ന് എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ നേരത്തെ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അതിനകത്ത് ഒരു പാർട്ടി, ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ അയാളുടെ കല്യാണത്തിന് പോയപ്പോഴാണ് എന്ന ആ സംഘടനയുടെ പേര് പറഞ്ഞു. ഇത് എല്ലാം പരാതിക്കാരിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് രമേശ് ചെന്നിത്തല സാധാരണഗതിയിൽ പറയില്ലല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. രാഹുൽ ഈശ്വർ ഒരു വലിയ വീഡിയോ ചെയ്യാണ്. ആ വീഡിയോയ്ക്ക് പിന്നാലെ ആ വീഡിയോയിൽ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഇയാൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു 10, 15, 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം സമയം കൊടുത്തതിന് ശേഷം, ആളുകൾക്ക് അതിനകത്ത് ഫോട്ടോ എല്ലാം തപ്പിയെടുക്കാനുള്ള സമയം കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇത് പിൻവലിക്കുകയാണ്. ഇതാ ഞാൻ പരിശുദ്ധനായിരിക്കുന്നവർ പിൻവലിക്കുകയാണ്. നമുക്കറിയില്ല ഇപ്പോഴും ഇയാൾ ഫോട്ടോ ഇട്ട ആളാണോ ഈ പെൺകുട്ടി എന്ന് നമുക്കറിയില്ല. ഐഡൻറ്റിറ്റി റിവീൽ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരാളെ, ഏതോ ഒരു സ്ത്രീയെ ഇങ്ങനെ ഈ ഒരു മോശം ലൈറ്റിൽ, ബാഡ് ലൈറ്റിൽ നിർത്താനായിട്ട് ഈ ആളുകൾ പണിയെടുത്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇക്കാര്യത്തിൽ ഈ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ നമുക്ക് നേരത്തെ ഹർഷം പറഞ്ഞതുപോലെ നമുക്ക് സംശയമൊന്നുമില്ല. അയാൾ ഈ രാജ്യത്തെ ചീത്ത സംഗതികളുടെ മധ്യസ്ഥനാണ്. അതായത് മോശം കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്ത് മോശം കാര്യമുണ്ടോ അതിൽ രാഹുൽ ഈശ്വർ ഉണ്ടാവും. കാണുമ്പോഴേ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ദേശീയ പതാകയൊക്കെ വെച്ചിട്ടാണ് വരിക. പക്ഷേ അങ്ങേയറ്റം സുഖകരമല്ലാത്ത മനസ്സായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇയാൾ പണിയെടുക്കുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നടിയുടെ ആക്രമിക്കപ്പെട്ട കേസ്, ആ കാലത്ത് ഈ കാലത്തെത്തുമ്പോൾ രാഷ്ട്രീയ നേതാക്കളാണ് ഇത് ചെയ്യുന്നത്. നോക്കൂ, ഇതിനകത്ത് ഒരു ആവലാധികാരിയാണ് അവർ. ഇതിനകത്ത് രണ്ട് പ്രശ്നം, നിങ്ങൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാകാം. ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരിക്കാം കേസിലുള്ളത്. പക്ഷേ ആവലാധികാരി എന്ന് വെച്ചാൽ 10, 25, 30 താഴെ മാത്രം പ്രായമുള്ള, 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആവലാധികാരി അവിടെയുണ്ട്. ആ ആവലാധികാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയിട്ട്, എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഏറ്റവും തലപ്പത്തുള്ള സ്ഥലത്തേക്ക് ഓഫീസിലേക്ക് പോയിട്ട് സ്വന്തം ബന്ധുക്കളുമായിട്ട് പോയിട്ട് പരാതി കൊടുക്കാൻ പോയ ഒരാളാണ്. അവർ അവിടെ നിന്ന് കോടതിയിലേക്കാണ്, നിയമ നടപടികൾക്കായിട്ടാണ് പോകുന്നത്. ഈ പെൺകുട്ടിയെ എന്താണ് രാഹുൽ ഈശ്വർ ഒരു ദിവസം അന്നിട്ട ഒരു വീഡിയോയിൽ വിളിക്കുന്നത് എന്തറിയോ? പെരുങ്കള്ളി എന്ന് വിളിക്കുകയാണ്. എങ്ങനെയാണ് അയാൾക്ക് അങ്ങനെ പറ്റുന്നത്? ഒരു മനുഷ്യൻ അങ്ങനെ പറ്റുന്നത് എങ്ങനെയാണ്? അതായത് അവർ കള്ളമാണോ ശരിയാണോ എന്നത് ജുഡീഷ്യൽ കോടതിക്ക് മുമ്പാകെ ഞാൻ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. അതും എങ്ങനെയാണ്? അവർ 3 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പ്രഗ്നൻസിയെ അബോർട്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ സമ്മതത്തോടെ അല്ലാതെ അവരെ അബോർട്ട് ചെയ്തിരിക്കുകയാണ്. നിറയെ ബ്ലീഡിംഗ് ഉണ്ടായിട്ട് ആ കുട്ടി പറയുന്നത് നമ്മൾ ശബ്ദത്തിൽ കേട്ടതാണ്. അത് ശാസ്ത്രീയമായിട്ടല്ല ചെയ്തത്. അത് ഡോക്ടർമാർ തന്നെയും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ മരിച്ചു പോകുമായിരുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നതായിട്ട് ആ കുട്ടി പറയുന്നുണ്ട്. ഇന്നലെയും മറ്റുമായിട്ട് പോലീസിൽ നിന്ന് വന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആ കാര്യങ്ങൾ വസ്തുതയാണെന്ന് വിദഗ്ധരായ ഡോക്ടർമാർ, തിരുവനന്തപുരത്ത് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു.